ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. 2020 മുതൽ 2021 മുതൽ ഈ കാലയളവിൽ വന്നവർ എല്ലാ തരത്തിലുള്ള നിക്ഷേപ മാർഗങ്ങളും അടച്ചുപൂട്ടി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു ചാടി. അതിനുശേഷം ഇതിന് വേണ്ടത്ര ശക്തി പോരാ എന്ന് തോന്നിയിട്ട് F&Oയിലേക്ക് ചെന്നു. വെറും F&Oയ്ക്ക് വേണ്ടത്ര ഊർജം പോരാ എന്ന് തോന്നിയത് കാരണം ക്രിപ്റ്റോ കറൻസി F&Oയിലും ചെന്ന് ചാടി. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് വളരെ ശരാശരിയായിട്ടുള്ള റിട്ടേൺസ് നൽകുകയാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സെക്ടറും സ്റ്റോക്കും ഡൈവേഴ്സിഫൈ ചെയ്യുന്ന പോലെ സമ്പത്തും ഡൈവേഴ്സിഫൈ ചെയ്യുക. ഗോൾഡ്, ബോണ്ടുകൾ, ETF, ഓവർസീസ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഇവയെല്ലാം കൂടി ഒന്ന് നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ നോക്കുക. വെറും ഇക്വിറ്റി എന്നതിൽ മാത്രം നിന്ന് അത് മോശമില്ലാത്ത റിട്ടേൺസ് തരുന്നു ചരിത്രത്തിൽ എന്നുള്ള കാരണം കൊണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ കാരണം കൊണ്ട് അതിൽ മാത്രമായി നിങ്ങളുടെ സമ്പത്ത് കേന്ദ്രീകരിക്കാതിരിക്കാൻ നോക്കുക. ലിക്വിഡിറ്റി ഉള്ള മറ്റ് നിക്ഷേപ മാർഗങ്ങളിൽ